ഹായ്, ഹലോ. ഞാൻ ഇന്നലെ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ആദ്യമേ പറയാനുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, രേണുവിനെ കുറിച്ച് തന്നെയാണ്. പുള്ളിക്കാർ സത്യം പറഞ്ഞാൽ ഫുൾ കോമഡിയാണ്. ഇപ്പം നല്ല കോമഡി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കും. ഓൾറെഡി പുള്ളിക്കാരൻ നേരത്തെ മുൻകൂട്ടി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് എലിമിനേഷൻ റൗണ്ടിൽ വരുമെന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ അവരത് വന്നപ്പോഴത്തേക്കും അവരത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കൂടി അല്ല യൂട്യൂബിൽ കൂടി അവരത് പബ്ലിഷ് ചെയ്തു. അങ്ങനെ അവർ അതിൻ്റെ പേരിൽ ഇപ്പം ഒരു ഓളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലും. അപ്പം ഇന്നലെ ലാലേട്ടനും വന്ന് ഇത് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ആക്ഷൻ കണ്ടിട്ടാണ്. കാരണം നമ്മുടെ ബിഗ് ബോസിൻ്റെ വീട്ടിൽ വന്നിട്ട് അവർ കിടന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. ഇതിനും വലിയ തമാശ വേറെ ഉണ്ടോ? അയ്യോ, ഏത്തവിടുന്നു അവരുടെ സമാധാനത്തിന്. എന്തിനാ അവർ ഇത്രയും വലിയ നാടകം കളിക്കണത്? എന്ത് സത്യം ഇതുപോലത്തെ ഒരു പൊറോട്ട നാടകം ഉണ്ടോ? അവർ കള്ളങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ പൊളിഞ്ഞില്ല. അവർ എന്താ അവർ കിടന്ന് കാണിക്കണേ? എനിക്ക് മനസ്സിലായി. അവർക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു റോളുമില്ല. അത് ബിഗ് ബോസ് സീസൺ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അവരോട് ഒന്നും ചെയ്യുന്നില്ല. സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ വിഷയം അത് പറഞ്ഞപ്പോൾ എനിക്കും സത്യം പറഞ്ഞ വിഷമം ഉണ്ടായി. അവർ അതും പിടിച്ച് കുറേ കളിച്ചു. ഇതിപ്പോൾ അടുത്തത് പിന്നെ കമൻറ്റ് ബോക്സിലൊക്കെയാണെങ്കിൽ പേര് നല്ല PR വർക്ക് ഉണ്ട്. നമുക്ക് നന്നായിട്ട് മനസ്സിലാവാം. നമുക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ. അവരുടെ യൂട്യൂബിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് എന്ത് പറയണേ. അത് പൊതുവെ രേണുസുധിയുടെ വാർത്തകളൊന്നും ഞാൻ കാണാറില്ല, എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായി. പക്ഷേ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞ സംഭവം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവർ യൂട്യൂബ് ചാനലൊന്ന് കണ്ടപ്പോഴത്തേക്കും കാണുന്നതാണ്. അവർ പറയുവാണ്, ഞാൻ വിധവകളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പിന്നെ സിംഗിൾ പാരൻറ്റിനെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ പോകുന്നത്. വിധവകൾക്കും സിംഗിൾ പാരൻറ്റിനും റെപ്രസെൻറ്റേറ്റീവ് ആവേണ്ട ഒരു കാര്യം അവർ സ്വന്തമായിട്ട് തന്നെ അങ്ങ് പറയണേ, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കളിയൊന്നും ഇവിടെ നടക്കൂല. പൊന്നു രേണുസുധി, നിങ്ങളുടെ കളികളൊക്കെ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വിശ്വസിക്കുന്ന കുറേ പേരുണ്ടാവും. എനിക്ക് അവരോടുള്ള എല്ലാ ബഹുമാനം കൂടി ഇതൊക്കെ കണ്ടപ്പോഴത്തേനും പോയി കിട്ടി. എന്തിനാ മരിച്ചുപോയ ആ മനുഷ്യൻ്റെ ഇതിനകത്തൊക്കെ നിങ്ങൾ വലിച്ചഴിക്കുന്നത്? എന്തിനാണ്? അദ്ദേഹം മരിച്ചുപോയില്ല. സുധിയേട്ടന് ഇഷ്ടമുള്ളവരെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം അവർ പറയണം അവരുടെ ചാനലിൽ കൂടി. എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ ഇരിക്കണത്? ഇതുപോലത്തേക്ക് എന്താ പറയണത്? പറയാൻ പോലും പറ്റുന്നില്ല. അതുപോലെ കോമഡി ആദ്യം പറഞ്ഞു. അവരുടെ അടുത്ത എപ്പിസോഡ് ഇപ്പം ബിഗ് ബോസ് കാരണം ഇവരുടെ ന്യൂസ് വന്നവിടെ ഒന്നും കൂടി രസമായിട്ടുണ്ട് കാണാനായിട്ട്. ലാലേട്ടനോട് വരെ പറയണതാണ് ഇല്ല. പിന്നെ അത് കണ്ട് പറയണതാണ് ഞാൻ കുറച്ച് വീഡിയോസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. എന്തായാലും എൻ്റെ പൊന്നു രേണുസുധീനെ വിളിക്കുന്നില്ല, രേണു, നിങ്ങൾ ആളെന്തായാലും കൊള്ളാം. നിങ്ങൾ പഠിച്ച കള്ളി തന്നെയാണ്. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.